AI ഉപയോഗിച്ച് വീഡിയോ ചെയ്താൽ ചാനൽ റീച്ച് ആവൂല, ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടൂല, ചാനൽ റിജക്റ്റ് ആവും, ക്യാഷ് കിട്ടൂല, ഡോളർ വരൂല, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യൂട്യൂബിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കേട്ടതുകൊണ്ട് എൻ്റെ മുത്തുമണികൾ വിഷമിക്കൊന്നും വേണ്ട. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലിൽ വരുന്ന എല്ലാ മുത്തുമണികളും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തേ, ലൈക്കും കമൻറ്റും സപ്പോർട്ടും തരണേ. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും AK വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അധികം മുഷിപ്പിക്കുന്നില്ല എൻ്റെ മുത്തുമണികളെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ AI വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടുമോ? റീച്ച് അത്യാവശ്യം കിട്ടും, അതെല്ലാവർക്കും അറിയാം. AI വീഡിയോ ആണ് ഇപ്പോൾ മറ്റുള്ള വീഡിയോകളെക്കാളും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ AI വീഡിയോ എന്തായാലും റീച്ച് കിട്ടും, പക്ഷേ ക്യാഷ് കിട്ടുമോ, മോണി ആവുമോ, ചാനലിന് പ്രോബ്ലം വരുമോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഇതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് AI വീഡിയോനെ റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമുക്ക് AI ടൂൾസ് തന്നിട്ടുള്ളത്. AI ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ യൂട്യൂബ് അത് തന്നിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. യൂട്യൂബ് AI വീഡിയോ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം എഫേർട്ടിൽ വേണം നമ്മളൊരു വീഡിയോ ഉണ്ടാക്കാൻ. അല്ലാണ്ട് മറ്റുള്ളവരത് കട്ടിട്ടോ മറ്റുള്ളവരത് കോപ്പി ചെയ്തിട്ടോ കോപ്പിറൈറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്തിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഒന്നുകിൽ നമ്മളുടെ എന്തെങ്കിലും നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ നമുക്ക് പകർത്തിയിട്ട് നമുക്കൊരു വീഡിയോ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. AI വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ChatGPT പോയിട്ട് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം, അങ്ങനെ യൂസ് ചെയ്യാം. കോപ്പിറൈറ്റുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോപ്പിറൈറ്റുള്ള കണ്ടന്റ് യൂസ് ചെയ്യരുത്, കോപ്പിറൈറ്റുള്ള സോങ് യൂസ് ചെയ്യരുത്. പിന്നെ നല്ല തംബ്നെയിലും നല്ല ടൈറ്റിലും കൊടുക്കുക. നമ്മളത് എല്ലാ വീഡിയോനും ചെയ്യുന്നത് പോലെ തന്നെയാണ് AI വീഡിയോക്കും. AI വീഡിയോ നിങ്ങൾക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഡോളർ അത്യാവശ്യം കയറിയിട്ടുള്ളത് AI വീഡിയോക്ക് തന്നെയാണ്. റീച്ച് കിട്ടിയിട്ടുള്ളത് AI വീഡിയോക്ക് തന്നെയാണ്. ആൾക്കാർ ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടിയത് എനിക്ക് AI വീഡിയോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ എല്ലാ മുത്തുമണികളും എന്നെ പോലെ തന്നെ നമ്മളെ ചാനൽ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണെന്നല്ലേ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് മുന്നേറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാനലിന് ഒരു ദോഷവും വരില്ല. പക്ഷേ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വാച്ച് അവർ കൂടാൻ സ്ക്രീൻ കാസ്റ്റ് വീഡിയോ വളരെ ഉപകാരപ്രദമാണ്. നല്ല നല്ല പോസ്റ്റർ ഇട്ട് നമ്മളതിന് വ്യൂസ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് വാച്ച് അവർ കൂടാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് AI വീഡിയോവും. നമ്മൾ മറ്റുള്ളവർ എല്ലാം പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പടുകുഴിയിൽ വീഴും. ചില ആൾക്കാർ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നവരുണ്ടാവും, ചില ആൾക്കാർ നമ്മൾ നന്നാവരുതെന്ന് പറഞ്ഞിട്ട് പറയുന്നവരും ഉണ്ടാവും. നമ്മൾ നന്നായി പോയാലോ അങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, വേറെ ഞാനേ നന്നായിക്കൂടൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുള്ള ലോകം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ നമ്മളെ ചാനലിൽ പോവോ, അയ്യോ അവർ കഷ്ടപ്പെട്ടല്ലേ നമ്മളെപ്പോലെ തന്നെ എന്നുള്ള ആ ചിന്താഗതി ഉള്ളവർ പറയുന്നത് നിങ്ങൾ മാനിക്കും. പിന്നെ നമ്മൾ കുക്കിങ് എല്ലാവരും ഒരുവിധം എല്ലാ വീട്ടമ്മമാരും കാണുന്ന ഒരു ഇതാണ് കുക്കിങ്. വീട്ടമ്മമാർ മാത്രമല്ല, ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന എല്ലാ ആൾക്കാരും കുക്കിംഗ് കാണും. അപ്പോൾ കുക്കിങ് യൂട്യൂബിൽ നല്ല റീച്ച് കിട്ടുന്ന വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ്. ഞാൻ അധികം ചെയ്യുന്നത് ബ്യൂട്ടി ടിപ്സാണ്. അപ്പം ബ്യൂട്ടി ടിപ്സ് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കാണുന്ന സംഭവമാണ്. ജസ്റ്റ് വെറുതെ എങ്കിലും അതൊന്നും കാണുമല്ലേ, ഞാൻ കാണലുണ്ട് അത്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല റീച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടി ടിപ്സ് നല്ലതാണ്. പിന്നെ ഞാൻ പറയില്ലേ, കഥകൾ, പുരാണ കഥകളായാലും കൊച്ചു കഥകളായാലും ഏത് കഥകളായാലും അത് AIൻ്റെ വിഷ്വൽസിനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാവരും വേഗം കാണുന്ന സംഭവമാണ്. പിന്നെ നിങ്ങളെ സ്ക്രിപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നെ എഴുതി കൊടുക്കുക. യൂട്യൂബിൽ മലയാളത്തിൽ എഴുതി കൊടുത്താലും യൂട്യൂബ് അത് നമുക്ക് ഒരുപാട് വലിയ സഹായമുള്ള സംഭവമാണ്. അതാണെങ്കിൽ യൂട്യൂബ് ആ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ പറയാനുള്ളത് അത് യൂട്യൂബിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഒരു പരിധി വരെ നമുക്ക് അത് വീഡിയോ ആക്കിയിട്ട് തരും. പിന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ചെയ്യാൻ അറിയാത്തവർ, യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ, എല്ലാവർക്കും ഇപ്പം ഏകദേശം എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏത് യൂട്യൂബിൽ അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ AI വീഡിയോ ചെയ്യാം. എന്നോട് യൂട്യൂബിൽ തന്നെ 2-3 ആൾക്കാർ പറഞ്ഞിരുന്നു, നമ്മളെ ബിജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ AI വീഡിയോ ചെയ്യണം എന്ന്. അതുകൊണ്ട് ആ അഭിപ്രായം ഞാൻ മാനിച്ചിട്ട് അതുകൂടി ഞാൻ ചെയ്യും എന്തായാലും, താമസിയാതെ തന്നെ. അപ്പോൾ ബിജു ബ്രോ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ എന്താ നമ്മൾ എങ്ങനെയുള്ള കണ്ടന്റാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. AI എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. അതിൽ നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കി അത് വിജയിപ്പിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്, നിങ്ങളുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെയാണ്. AI അത് നമ്മൾ പറയുന്നതിനനുസരിച്ച് AI അത് ചെയ്തു തരുന്നതേ ഉള്ളൂ. ഒരുപാട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ AI വീഡിയോ കൊണ്ട് നമ്മുടെ ചാനലിന് ഒരു ദോഷവും വരില്ല എന്നുള്ളത് എൻ്റെ മുത്തുമണികൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് മുതൽ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ തുടങ്ങുക. വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ചാനലിൻ്റെ മുന്നിൽ വരാൻ, പ്രേക്ഷകരുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തവർക്കും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ജോലിയൊന്നും ചെയ്യാണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളാണ് യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ AI വീഡിയോ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ വീഡിയോ ആക്കിയിട്ട് ഇട്ടോ, അപ്പോൾ നിങ്ങൾക്കത് വളരെ നല്ല റീച്ച് കിട്ടും, നല്ല ഒരു ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ ഇടുക, ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, സ്ഥിരമായിട്ട് ഇടയ്ക്ക് വീഡിയോസ് ഇടുക, ലൈവ് ചെയ്യുക, അങ്ങനെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എൻ്റെ മുത്തുമണികൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്കും എന്തെങ്കിലും എന്നിൽ നിന്നും, ഞാൻ ഇതുവരെ ഇത്രയും നാൾ എൻ്റെ ഒരു ചാനൽ തുടങ്ങാൻ തുടങ്ങിയിട്ട് ഞാൻ ഇത്രയും നാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും എൻ്റെ മുത്തുമണികൾക്ക് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വണക്കം, ബായ്.